നല്ല ചാട്ടമുണ്ട് കൊടുക്കണ്ട. അതെന്ന് വെച്ചാ ഡീസലായോണ്ടേ ടോർക്ക് കൂടല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു നല്ല പുള്ളിങ് വരുമെന്ന്. മറ്റേ നോബ് വലിച്ച് നേരെ അറ്റത്തോണ്ട് നേരെ മുകളോട്ട്. വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോക്ക് എത്തി 6 മണിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞത് രാവിലെ എഴുന്നേക്കൊന്ന് ആ വണ്ടി ഉച്ചക്കത്തൊക്കെ ആകുമ്പോൾ കൊടുത്താൽ മതി. ഉച്ചക്കല്ല 10 മണിയാകുമ്പോൾ കൊടുത്താൽ മതി. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാനൊരു ഓടിക്കണ്ടേ. ഇന്നലെ ഓടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉറക്കമായിരുന്നു. അപ്പം നമുക്കിപ്പോൾ പോയി ഓടിച്ചിട്ട് വരാം. ഞാൻ സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് വിചാരിച്ചാ, പക്ഷെ ഇന്ന് പറ്റിയില്ല. എൻ്റെ കൂട്ടുകാരൻ പോരും. നിങ്ങൾ താഴെ കിടന്ന് ഉറങ്ങുവാണോ എല്ലാവരും കൂടി? ഇന്നലെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ ഇന്ന് ഇവിടെ ഉറങ്ങാം അല്ലേ? മാറുകയൊന്നും വേണ്ട. ഞാൻ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്ര നോൺ വെജ് കഴിക്കുമ്പോൾ വെള്ളം എന്തായാലും വേണം. എത്തി ഇവിടെ. ഓക്കെ, ഞാൻ പിന്നെ ഡ്രൈവ് സീരി എത്തിയിരിക്കുകയാണ്. കുറച്ച് ദിവസത്തിൽ നമുക്ക് എങ്ങനെയാലും ഇത് പ്രോപ്പറായിട്ട് പഠിച്ചേ ഉള്ളൂ. ഒന്നും ഇല്ല, പഠിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കേണ്ടതാണ്. അതാണ് ഞാൻ സെയിം പ്ലേസ് തന്നെ. ഇവിടെ കുറച്ച് തിരക്കുണ്ട്, കുഴപ്പമില്ല. എവിടെ കാണാനല്ലേ ആ ചെറിയ കാറ് ഡ്രൈവും പിന്നെ ചെറിയ ബൈക്കും ഉണ്ടെന്ന് നമ്മളിവിടെ. നല്ല ചാട്ടമുണ്ട്. കൊടുക്കണ്ട. അതെന്ന് വെച്ചാ ഡീസലായോണ്ടേ ടോർക്ക് കൂടല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു നല്ല പുള്ളിങ് വരുമെന്ന്. നേരെ ഇങ്ങനെ തിരിച്ചിട്ട് റിവേഴ്സ് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നേരെ ഇത് തന്നെ റിവേഴ്സ് എടുക്കാം. ചവിട്ടിക്കോ, ബ്രേക്ക് ചെയ്തു. ഓക്കെ. മറ്റേ നോബ് വലിച്ച് നേരെ അറ്റത്തോണ്ട് നേരെ മുകളോട്ട് പതുക്കെ കാലെടുത്ത്. അത് തന്നെ, നേരെ കാലെടുത്തോ. വണ്ടി ഉണ്ടെന്ന് ഗ്ലാസ്സിൽ നോക്ക്. ഓക്കെ, ആദ്യം നോക്കൂ. ചെറിയ ഡൗട്ട് വരും എങ്ങോട്ടാണെന്നല്ലേ. അതാ ഓടിച്ച് വരുമ്പോ റെഡിയായി. ഇപ്പൊ റെഡി ആയില്ലേ? ചെറിയൊരു ഡൗട്ട് വരും ഇങ്ങോട്ടാണ്. ഇപ്പൊ റെഡിയായി. നല്ല രസമല്ലേ? അതാണ് എനിക്ക് ഇഷ്ടം. ഞാൻ റിവേഴ്സ് എടുത്താ കൂടുതൽ പഠിച്ചത്. നേരെ അങ്ങനെ എടുത്തിട്ട് കറക്കിങ് കേട്ടോ. ഓക്കെ, സെറ്റ്. നമ്മള് ക്ലച്ച് നന്നായിട്ട് എനിക്കൊരു പകുതി ചവിട്ട് കിട്ടുന്നുണ്ട്. അത് മതിയെന്ന് എനിക്ക് തലക്ക് പോകും. താഴത്തോട്ട് മാക്സിമം പോണം, അല്ലെങ്കിൽ വണ്ടി നിന്ന് പോകും. അമ്മയൊക്കെ പറയാൻ പക്ഷെ എനിക്ക് ഒരു മടിയുടെ അല്ലായിരുന്നു മെയിൻ റീസൺ. എനിക്ക് ഞാൻ ഇങ്ങനെ കരിയറിന്റെ പുറകെ നടക്കുക. അപ്പം ഇതെപ്പോഴും ചെയ്യാം. എനിക്കങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. കാറ് കയ്യിലൂടെ പഠിച്ചേനെ. കൊറേ കഴിഞ്ഞിട്ട് നമ്മൾ റോഡിലോട്ട് എത്തി കേട്ടോ. നീ കുഴപ്പമില്ല, ഈ വണ്ടിക്ക് പവറുള്ളതുകൊണ്ട് വണ്ടി വെറുതെ കറിയിൽ സെക്കൻഡ് ഇട്ടിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം ഇടാം. ഞാൻ ഫോണൊക്കെ അടിക്കട്ടെ. ഫോണൊക്കെ എനിക്ക് പെട്ടെന്ന് തലയിലോട്ട് വരത്തില്ല. ഇത് പാത കിടക്കുന്നത് നാടും പൂർത്തി ഞാൻ വലുതായി ഇടാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സെക്കൻഡിലോട്ട് പോകാൻ കുറച്ച് സമയം എടുക്കുന്നു. അതെല്ലാം കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇറക്കാൻ നേരത്ത് കൊടുക്കുന്ന സ്പീഡായിരുന്നു. സ്മൂത്ത് ആയിട്ട് ഇറക്കുന്നു. കാര്യങ്ങളെല്ലാം ബേസിക് ആണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് രസമാണ്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ രസമാണ്. എനിക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അതിനുള്ള രസമുണ്ട്. ഞാൻ വണ്ടി ഓടിച്ചിട്ട് വീട്ടിലോട്ട് പോകുമായിരുന്നു. പകുതി വഴി എത്തിയപ്പോൾ നമ്മൾ നിർത്തി. അമ്മ വിളിച്ചായിരുന്നു. അമ്മയ്ക്ക് മറ്റേ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ ആ മില്ലിൽ നിന്ന് മേടിക്കും, ചുങ്കത്തുനിന്ന്. അപ്പോൾ അവിടെ പോയിട്ട് മേടിക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ കൊടുക്കത്ത് ഈ സമയത്ത് ഇപ്പോൾ മെയിൻ റോഡിൽ കൂടി കൊടുക്കുക. ട്രാഫിക് ആയതുകൊണ്ട് ഞാൻ ഇവൻ്റെ തന്നെ കൊടുത്തു. നല്ല ഹെവി വെളിച്ചെണ്ണ മണമുണ്ട് ഇവിടെ. വലിയ ഫാക്ടറിയാണ്. ഇവിടെ അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ വലുതായിട്ട് തന്നെ അലോ ചെയ്യാറില്ല. അതുകൊണ്ട് ഇത്രയൊക്കെ കാണത്തില്ല. അങ്ങനെ 5 കിലോ കോക്കനട്ട് ഓയിൽ ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിൽ കുടിക്കുകയാണെന്ന് അറിയത്തില്ല. അമ്മയുടെ എണ്ണ ഇന്ന് എണ്ണ അമ്മ ഇല്ല ഇവിടെ. അമ്മ ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെമ്മീൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ്. മനസ്സിലാവുന്നില്ല. ടേസ്റ്റ് നോക്കണം. ബ്ലാൻഡായ ടേസ്റ്റാണ്. ടേസ്റ്റ് ഇല്ല. അമ്മ വന്നു. അമ്മ ബീഫ് ഇവിടെ കഴിച്ചോളാം. അമ്മ ഒട്ടയം അതിലുള്ളത്. ആ പൂച്ച ഇവരോട് കണ്ടല്ല. ഇവന്മാർ എൻ്റെ തൂറിയൊക്കെ ഇവിടെ അത് മാറ്റണം. ഇവിടുന്ന് എവിടെയാണ് ഇവിടെ കണ്ടല്ലേ ജസ്റ്റ്. ഇന്നലത്തെ വീഡിയോയും വ്ളോഗ്സും എല്ലാം കൂടി എഡിറ്റ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് ഒരു 10-12 മണിക്കൂറെല്ലാം എടുക്കും. അതിൽ കൂടുതൽ എന്തായാലും എടുക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ചെമ്മീൻ രാവിലെ കണ്ടത്, ഇത് മത്തി വറുത്തത്. ഇത് കഴിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. കുറേ വർക്ക് ഉണ്ട്, നമുക്ക് പിന്നെ കാണാം. കുറേ കഴിഞ്ഞ് പുറത്ത് ഇറങ്ങിയപ്പോൾ പിള്ളേർ പാൽ കുടിക്കുന്നു. അയ്യോ പാവം. ഞാൻ ഇത്ര നേരം എഡിറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഫുൾ ഇരുട്ട്. അതിരാത്രി ആഞ്ഞ ഭാഗ്യം. എന്തായാലും നമുക്ക് ജിമ്മിൽ പോവാം.
ഇത് ഡേ 52 ഓഫ് 60 ഡേയ്സ് കാർണിവറസ് ഡയറ്റ് ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ്. ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ പച്ചക്കറിയും കാർബോഹൈഡ്രേറ്റ്സും ഷുഗറും ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ എക്സസൈസ് ഇൻക്ലൈൻ ബെഞ്ച് പ്രസ് ആണ്. എനിക്ക് ഇത് ചെയ്യുന്ന കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇത് ഒരിക്കലും ഫ്രീ അല്ലാത്തതുകൊണ്ട് എനിക്ക് വേറെ മഷീൻ ചെയ്യേണ്ടി വരുന്നു. എന്റെ സ്ട്രെങ്ത് ചെറുതായിട്ട് കുറഞ്ഞെന്ന് തോന്നുന്നു ചെയ്യാത്തതുകൊണ്ട്. എന്തായാലും ഇതിപ്പോൾ 110 കിലോ. അടുത്ത ഡംബിൾ ഫ്ലൈ ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഡംബിൾ ഫ്ലൈ ചെയ്തില്ല ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും 25 കിലോ വെച്ച് നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. 2 സെറ്റ് 25 ചെയ്തിട്ട് ഞാൻ 3-ാം സെറ്റ് 30 കിലോ ചെയ്യും. 30 കിലോ കുഴപ്പമില്ല കേട്ടോ. വേണം 3 സെറ്റും ചെയ്യാൻ എനിക്ക് 30 കിലോ വെച്ച്. പക്ഷേ ഒടുക്കത്തെ മെനക്കേണ്ടി വരും. അടുത്ത നമ്മുടെ ട്രാപ്സ് ആയിരുന്നു. ട്രാപ്സ് ചെയ്തിട്ട് കുറെ ദിവസം എല്ലാ എക്സസൈസും ചെയ്യുന്നില്ല നീ കിടക്ക് എന്നും അറിയാൻ മേലാത്ത. എന്റെ കൈയൊക്കെ ഉരുണ്ടുരുണ്ട് വരുന്നു കേട്ടോ. അതായത് ഷോൾഡർ എനിക്ക് വയ്യ. എനിക്ക് ബൈസെപ്സ് കൂടെ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് ഞാൻ ബൈസെപ്സിന് ഇപ്പോൾ ഈ എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ വേദനയാണ്. അതാണ് ആദ്യത്തെ കാര്യം. ബൈസെപ്സ് വളരുമായിരിക്കും, നോക്കാം. അടുത്ത നമ്മുടെ ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ആണ്. വലുതായിട്ടൊന്നും ഫീൽ ആകാത്തതുകൊണ്ട് ഞാൻ ഇത് മാറി വേറെ ഡംബിൾ വെച്ച് ചെയ്യാൻ തുടങ്ങി. ഡംബിൾ വെച്ച് ചെയ്യുന്ന പിന്നെ 1.5 പണിയാണ്. 20 കിലോ ഉള്ളതുകൊണ്ട് പൊക്കിയെടുത്ത് ചെയ്യുമ്പോൾ തന്നെ ഒരു തീരുമാനമായി കിട്ടും. പക്ഷെ നല്ല എക്സസൈസ്. ഇന്ന് എനിക്ക് കാലിസ്റ്റനിക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോകുന്ന വഴി ഞാൻ കുറച്ച് കോർ അടിച്ചിട്ട് തീർത്തേച്ച് വന്നിപ്പോൾ ആഹാരം കുറവായിരിക്കുമെന്ന് തോന്നുന്നു. ഇന്ന് തിരക്കായിരുന്നു അതുകൊണ്ട് അടിക്കാഞ്ഞത്. വീട്ടിൽ 20 മുട്ട കാണുമായിരിക്കുമോ? ആരാണ് പാതൊക്കെ ഇരിക്കുന്നത് നോക്കിയേ. പുറത്തിരുന്ന കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ തൂറി നാറ്റിക്ക് വിടാം. തൂറി മുള്ളിയൊക്കെ അങ്ങനെ ബീഫും മുട്ടയും കൂടി വെച്ചിരിക്കുകയാണ് ഇവിടെ. മുട്ട ഇനിയും ഉണ്ടാക്കുന്നുണ്ട് ഞാൻ. ഇതിപ്പം കുറച്ച് ബീഫും ഒരു 4 മുട്ടയേ ഉള്ളൂ. അവിടെ 8 മുട്ട ഇനിയും ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് ഏറെ വർക്കുണ്ട് എനിക്ക്. രാത്രി നാളെ സെർവറിനാണ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ. ഒരു കമ്പൈൻഡ് എഫേർട്ടാണ്. അപ്പോൾ നാളത്തേക്ക് ലോഞ്ച് ആവും മൈൻക്രാഫ്റ്റ് സെർവർ. കുറേ നാളായില്ലേ മൈൻക്രാഫ്റ്റ് സെർവർ. നാളെ ഒരു 7 മണിക്കാണ് ലോഞ്ച് ആവുന്നത്. അത് ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യണം. അതല്ലാതെ പിന്നെ വേറെ കുറച്ച് മെയിലൊക്കെ വിടാറുണ്ട്. നേരത്തെ കഴിക്കട്ടെ. ഇത് സെറ്റായിരിക്കും. അടിയിൽ ചീസും ഉണ്ടറിയാം. ചീസ് മുട്ട എല്ലാം കൂടി വരുമ്പോൾ കിടില. നമ്മൾ ബാക്കിയുള്ള മുട്ട കൂടി കൊണ്ടുവന്നു. ഇതൊരു 8 മുട്ട കാണുമായിരിക്കും.